ചുമപ്പ് ഭീകരതയുടെ പിടിയിൽ നിന്നും ഇന്ത്യ മുക്തമാവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ ഒരൊറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്. അതായത് മാർച്ച് 31 കൂടി തന്നെ ഇന്ത്യയെ മാവോയിസ്റ്റ് മുക്ത ഭാരതമാക്കി മാറ്റുമെന്ന്. എന്നാൽ ഇനി വെറും ഒരു മാസം മാത്രം ശേഷിക്കെ തന്നെ ഏകദേശം നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ ചുമപ്പ് ഭീകരതയിൽ നിന്നും മുക്തമാവുകയാണ്. കൂൺ പോലെ പൊട്ടിമുളയ്ക്കുന്ന മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അപ്പാടെ തന്നെ തുടച്ചു നീക്കാൻ സാധിക്കുന്ന ചില തന്ത്രങ്ങൾ അമിത്ഷാ തന്നെ മെനയുകയാണ് ഉണ്ടായത്. 2014 മുൻപേ തന്നെ ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, 11 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകൾ എന്നിവയായിരുന്നു രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയ സ്ഥലങ്ങളായി പറയപ്പെടുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി തന്നെ കാശ്മീരിലെ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നതും ഈ 3 മേഖലകളിലെയും അക്രമ സംഭവങ്ങളിൽ 80% കുറവായി എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ആക്രമണത്തിന്റെ കറുത്ത പാടുകൾ തുടച്ചു നീക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിലാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പൊതുജന സുരക്ഷയിൽ സേന അവിടെ കാട്ടുന്ന സമർപ്പണത്തെ അഭിനന്ദിച്ച് അദ്ദേഹം മികച്ച സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അതേസമയം 2014 മുതൽ 2026 വരെയുള്ള കാലയളവ് അത് ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയിലെ സുവർണ കാലഘട്ടമായി തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ രാജ്യം നേരിടുന്ന പ്രധാന സുരക്ഷാ വെല്ലുവിളികളെല്ലാം തന്നെ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും ആക്രമണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ദിവസം വിദൂരമല്ല എന്നും എടുത്തു പറയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുന്ന വേളയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തുറന്നു പറയുന്നത്. ആഭ്യന്തര സുരക്ഷയിൽ രാജ്യം കൈവരിച്ച ആ കുതിച്ചുചാട്ടത്തിന്റെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അമിത്ഷാ ആകട്ടെ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തെയും ഒത്തുചേർത്തുകൊണ്ട് താരതമ്യം ചെയ്ത് അദ്ദേഹം ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തലസ്ഥാന നഗരിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അമിത്ഷാ അതായത് ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് അമിത്ഷാ തുടക്കമിട്ടിരിക്കുന്നത്. 368 കോടി രൂപ ചെലവിൽ സമർപ്പിച്ച ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ പുതിയ ആസ്ഥാനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തന്നെ ഈ ആസ്ഥാനം മാറും. കൂടാതെ തന്നെ 857 കോടി രൂപ ചിലവിൽ തന്നെ നടപ്പാക്കുന്ന സേഫ് സിറ്റി പദ്ധതിയുടെ 2ാം ഘട്ടവും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഡൽഹിയിലെ ഓരോ മുക്കും മൂലയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ നിരീക്ഷണത്തിലാകും. ഇത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനും അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഇത് കൂടുതലായി തന്നെ സഹായിക്കും എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ അല്ലെങ്കിൽ ഒരു ഉറപ്പായി തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.